KSU സംസ്ഥാന അധ്യക്ഷ ശ്രീ അലോഷി സേവ്യർ കൂടി ചേരുന്നു. അലോഷി, ഈ ദൃശ്യങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണ്ട, അത്രത്തോളം ഭീകരമായ ദൃശ്യങ്ങളാണ്. റാഗിങ്ങിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. KSU അടക്കം SFI അടക്കം ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതാരും അറിയാതെ പോകുന്നതിൽ കൃത്യമായ പങ്കുണ്ട്. അലോഷി, ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ മനസാക്ഷിയെ ആകെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അതിക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മളെ അതിശയിപ്പിക്കുന്നത് വിദ്യാർത്ഥി യൂണിയന്റെ പ്രതിനിധികളാണ്, അല്ലെങ്കിൽ ആ കോളേജിലെ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നേഴ്സിംഗ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഘടനാ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് നിലകൊള്ളേണ്ടുന്ന ആളുകൾ തന്നെ ഇത്തരം പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ എന്ത് സന്ദേശമാണ് അവർ വിദ്യാർത്ഥി പ്രവർത്തന മേഖലയിലേക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ കരുതുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ആഴ്ചപ്പടി ഈ വിദ്യാർത്ഥികൾ ശേഖരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത് ലഹരിയുടെയും മറ്റു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് ഈ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഇൻസിഡന്റുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്കുള്ള ഇടപെടലുകൾ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് ലഹരിയെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഒരു യജ്ഞം നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പം സർക്കാർ സംവിധാനങ്ങളും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ആന്റി റാഗിംഗ് സെല്ലുകളെല്ലാം കേവലം സ്ലീപ്പർ സെല്ലുകൾ മാത്രമായിട്ട് അവർ ഇരിക്കുകയാണ്. അതായത് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് എത്തി അവർ റാഗിങ്ങിന് ഇരയാകുന്നുണ്ടെങ്കിൽ അവർക്ക് അത് റാഗിംഗ് സെല്ലിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ സർക്കാർ സംവിധാനങ്ങളുടെ പോലും ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു പോരായ്മ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരെയും കൂട്ടായ പ്രയത്നത്തിലൂടെ ഉണ്ടായാൽ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പോക്ക് വല്ലാത്ത പോകണം.